രാഹുൽ മാങ്കൂട്ടത്തിൽ അസംബ്ലി സീറ്റ് കൊടുക്കരുതെന്ന് താൻ പറഞ്ഞു എന്ന പ്രചാരണം ശരിയല്ലെന്ന് പി ജെ കുര്യൻ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് വിശദീകരണം. കെ അബിലാലുണ്ട്. അബിലാൽ, എന്താണ് കുര്യൻ പറയുന്നത്? മുതിർന്ന നേതാവ് പി ജെ കുര്യനും യുവജന രംഗത്തെ പ്രമുഖനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടവും തമ്മിൽ പല കുറി ഭിന്നാഭിപ്രായങ്ങൾ പരസ്യമായും അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും പങ്കുവച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിന് സീറ്റ് നൽകരുത് എന്ന് പി ജെ കുര്യൻ അഭിമുഖത്തിൽ പറഞ്ഞതായി ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതേ തുടർന്ന് ചങ്ങനാശ്ശേരിയിൽ ഇന്ന് NSSന്റെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ നേതാക്കൾ ഇരുവരും ചേർന്ന് ഇരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇത് ഇടയിലാണ് പി ജെ കുര്യന്റെ കാതിൽ ചില കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നതായി ദൃശ്യങ്ങളിൽ വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. രാഹുലുമായി ഏറ്റവും അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പി ജെ കുര്യന്റെ പ്രതികരണം കടുത്ത് പോയി എന്നുള്ള അഭിപ്രായമാണ്. ഇതിൽ പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തെ അറിയിച്ചു എന്നുള്ളത് തന്നെയാണ്. മുൻപ് യൂത്ത് കോൺഗ്രസ് നേതാക്കളിൽ ചിലരെയൊക്കെ തന്നെ TV-യിൽ കാണാം. അതേസമയം തന്നെ താഴെ തട്ടിലുള്ള ആളുകളുമായി അവർക്ക് ബന്ധമില്ല എന്നുള്ള തരത്തിൽ പരസ്യ പ്രതികരണം പത്തനംതിട്ടയിൽ നടത്തിയ യൂത്ത് കോൺഗ്രസിന്റെ നേതൃസമ്മേളനത്തിൽ പി ജെ കുര്യൻ ഉന്നയിക്കുന്ന സ്ഥിതിയുണ്ടായി. ഇതിന് എതിരായി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ രംഗത്ത് വരികയും ചെയ്തു. ചുരുക്കത്തിൽ രാഹുലിന് സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് പി ജെ കുര്യൻ പറഞ്ഞ അഭിപ്രായവും അതിനെ എതിരായി രാഹുൽ പ്രതിഷേധം അറിയിച്ചു എന്നുള്ള വാർത്തകളും വന്നതിന് പിന്നാലെയാണ് ഏറ്റവും ഒടുവിൽ പി ജെ കുര്യൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്റെ നിലപാട് കുറച്ചുകൂടി വ്യക്തമാക്കുന്നത്. അതായത് താൻ രാഹുലിന് അസംബ്ലിയിൽ സീറ്റ് നൽകരുത് എന്ന് പറഞ്ഞിട്ടില്ല, അത്തരത്തിൽ പുറത്തു വന്നിട്ടുള്ള വാർത്തകൾക്ക് അടിസ്ഥാനമില്ല എന്നുള്ളതാണ് പി ജെ കുര്യൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിശദീകരിക്കുന്നത്. മറ്റ് സ്ഥാനാർത്ഥികൾ നിന്നാൽ ജയിക്കുമോ എന്ന ചോദ്യത്തിന് ആര് നിന്നാലും ജയിക്കും എന്നുള്ളതായിരുന്നു തന്റെ മറുപടി. മറിച്ചുള്ള വാർത്തകൾക്ക് അടിസ്ഥാനമില്ല എന്നാണ് ഏതാനും വരികളിൽ കൂടി പി ജെ കുര്യൻ വിശദീകരിക്കുന്നത്. അബിലാൽ, വലിയ തോതിൽ ആ കമന്റുകൾക്കൊക്കെ തന്നെ ഒരുപാട് തെറി വിളിച്ചുകൊണ്ട്, കുര്യനെയൊക്കെ തെറി വിളിച്ചുകൊണ്ട് ഒരുപാട് പ്രതികരണങ്ങൾ വരുന്നുണ്ട് യുവാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ. ഇത്തരം ഈ പ്രതികരണം എന്ന നിലയിൽ വരുന്ന മാധ്യമ ഇടങ്ങളിലൊക്കെ തന്നെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടപ്പോൾ വലിയ തോതിലൊരു അറ്റാക്ക് ഉണ്ടാകുന്നുണ്ട്. ഈ വിഷയത്തിന് ശേഷം, ഇങ്ങനെ ഒരു നിലപാട് വന്നതിന് ശേഷം പി ജെ കുര്യന് മേൽ സമ്മർദ്ദവും. പി ജെ കുര്യൻ ഇടുന്ന പോസ്റ്റുകളുമായി ബന്ധപ്പെട്ട് മുൻപും യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരുമല്ലാത്ത ആയ ആളുകളുമൊക്കെ തന്നെ പി ജെ കുര്യനെ വിമർശിച്ചുകൊണ്ട് പോസ്റ്റിന് താഴെ കമന്റ് ഇടുന്ന സ്ഥിതി ഉണ്ടായി. മറിച്ചൊരു സാഹചര്യമല്ല ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ലൈംഗിക ആരോപണങ്ങളും അതോടൊപ്പം തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളും സജീവമായി നിലനിൽക്കുന്ന ഘട്ടത്തിലും യൂത്ത് കോൺഗ്രസിലെയും ഒരു വിഭാഗം ആളുകൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. ആ ആളുകൾ തന്നെയാണ് പി ജെ കുര്യനെതിരെ ഇപ്പോഴും രംഗത്ത് വന്നിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിൽ പുറമറ്റം ഗ്രാമപഞ്ചായത്തിലടക്കം ഭരണനഷ്ടത്തിനിടയാക്കിയത് പി ജെ കുര്യന്റെ പിടിവാശിയാണ് എന്നുള്ള തരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പല നേതാക്കളും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും അതോടൊപ്പം തന്നെ വാട്സപ്പിൽ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചുമൊക്കെ തന്നെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ കഴിഞ്ഞ കാലയളവിൽ യൂത്ത് കോൺഗ്രസും അതോടൊപ്പം തന്നെ പി ജെ കുര്യനും തമ്മിൽ ഉള്ള ഏറ്റുമുട്ടലിന്റെ ഒരു പരസ്യ പ്രകടനമായി തന്നെ വേണം കാണാൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ പി ജെ കുര്യൻ രംഗത്തേക്ക് വരാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള സാധ്യത കൂടി യൂത്ത് കോൺഗ്രസിലെ ചില നേതാക്കളെങ്കിലും ഭയപ്പെടുന്നുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ അതിനെ അടയ്ക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്കുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉയർന്നു വരുന്ന അല്ലെങ്കിൽ അതിന്റെ കാലയളവിലേക്ക് അടുത്ത് വരുന്ന ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിനുള്ളിൽ തന്നെ ഇരു കക്ഷികളും, അതായത് മുതിർന്ന നേതാവ് എന്നുള്ള തരത്തിൽ പി ജെ കുര്യന്റെ നിലപാടുകളെ പരസ്യമായി എതിർക്കാൻ തന്നെയായിരിക്കും ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകളെങ്കിലും ശ്രമിക്കുക. ശരി, സി കെ അബിലാലാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അസംബ്ലി സീറ്റ് കൊടുക്കരുത് എന്ന് താൻ പറഞ്ഞ തരത്തിലുള്ള പ്രചാരണം ശരിയല്ല എന്ന് പി ജെ കുര്യൻ FB-യിലൂടെ വിശദീകരിക്കുകയാണ്.